ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആൻഡ് മോം. ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിന്നൊരു സ്ഥലം വരെ പോകുന്നുണ്ട്. നമുക്കിനി അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ ഓൺ ദ വേ ആണ്. നമ്മൾ വിഷു സദ്യ കഴിക്കാനായിട്ട് പോകുന്നത് പഴയിടം രുചി എന്ന റെസ്റ്റോറൻ്റാണ്. വളരെ ഫേമസ് റെസ്റ്റോറൻ്റാണ്, എല്ലാവർക്കും അറിയാലോ. നമ്മളെ ഒരു ബ്രാഞ്ച് ട്രിവാൻഡ്രത്ത് അട്ടക്കുളങ്ങരയുണ്ട്, അവിടെയാണ് ഞങ്ങൾ കഴിക്കാൻ പോയത്. പുറത്ത് ആൾക്കാർ വിഷു സദ്യയ്ക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യണം. അതിന് അകത്തോട്ട് കയറിയപ്പോൾ അതിനെക്കാട്ടിയും ആൾക്കാരുണ്ടായിരുന്നു വെയിറ്റിങ്. ഒരു 100-ൽ കൂടുതൽ ആൾക്കാരെങ്കിലും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരെല്ലാം ടോക്കൺ എടുത്തിട്ട് നിൽക്കുവാണ്. ഞങ്ങളുടെ ടോക്കൺ നമ്പർ 6465 കിട്ടിയത്. ഞങ്ങളും അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ ഒരു വിഷുക്കണിയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെറിയൊരു ഫിഷ് ടാങ്ക് ഉണ്ട്, അതിൽ നോക്കി മീനെ കണ്ടുകൊണ്ട് ഇരിക്കുകയാണ് മക്കൾ. പിന്നെ അന്ന് പാഴ്സലും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 3 ഓർഡേഴ്സ് ആയിരുന്നു. പാഴ്സൽ കൗണ്ടർ ഓപ്പൺ ആയിരുന്നിട്ടുണ്ട്. താഴത്തെ റെസ്റ്റോറൻറ്റ് ഫുള്ള്, താഴത്തെ കൗണ്ടർ ഫുൾ അവർ പാഴ്സലിന് വേണ്ടിയിട്ടാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. 4 കൂട്ടം പായസം 27 കറികളും അടങ്ങുന്ന വിഷു സദ്യയ്ക്ക് അവർ ചാർജ് ചെയ്യുന്ന 1200 രൂപയാണ്. 2 പേർക്ക് കഴിക്കാനുള്ള സദ്യയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. താഴെ ഭയങ്കര ബിസി ആയിരുന്നു. നമ്മൾ ഈ കൗണ്ടറിൻ്റെ അവിടെ വന്ന് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന അവിടുത്തെ മാനേജ്മെൻറ്റ് ഈ വരുന്ന ആൾക്കാർക്കൊന്നും ഇരിക്കാനൊന്നുമുള്ള സ്പേസ് ഒന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. കാര്യം അവർ ഫുൾ ബിസി, പാഴ്സൽ കൗണ്ടേഴ്സിലായിരുന്നു ബിസി. ടോക്കൺ അനുസരിച്ചൊന്നും അല്ല ആൾക്കാരെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം ആൾക്കാരെല്ലാം മുകളിലാണ് ഫുഡ് സദ്യ കൊടുക്കുന്നത്. അപ്പം ആൾക്കാരെല്ലാം തോന്നുന്ന കണക്ക് പോയി കഴിക്കുമായിരുന്നു. ഞങ്ങൾ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് പറ്റിയത്. ഏകദേശം 2 മണി 2:30 മണിയോളം ആയി. രണ്ടുപേർക്ക് 2 സ്ഥലത്താണ് ഇരിക്കാൻ പറ്റിയത്. ഫുഡ് കറികളെല്ലാം വളരെ സ്ലോ ആയിട്ടാണ് അവർ വിളമ്പിയത്. പിന്നെ എനിക്ക് പറയാനുള്ളത് 365 ദിവസവും അവിടെ സദ്യയുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ ദിവസങ്ങളിൽ പോയി അവിടെ കഴിക്കുവാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. കാര്യം ഇതുപോലത്തെ ബിസി ഡേയ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ, സ്പെഷ്യൽ ഡേയ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കരമായ തിരക്കാണ് അനുഭവപ്പെടുന്നത്. 250 രൂപയാണ് നോർമൽ ഡേയ്സിന് അവർ ചാർജ് ചെയ്യുന്നത്. വിഷു സദ്യക്ക് 350 രൂപയായിരുന്നു. 27 കറികൾ ഉണ്ടായിരുന്നു പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് അത്രയും കറികളൊന്നും കിട്ടിയില്ല. പിന്നെ ആ സമയത്ത് നമ്മൾ ഇത്രയും കറികളുണ്ടോയെന്നൊന്നും നോക്കിയില്ല, വിശന്നിരുന്നുകൊണ്ട് എല്ലാവരും അതങ്ങ് കഴിച്ചു. പിന്നെ 4 കൂട്ടം പായസം കിട്ടി. പായസവും ബോളിയും എല്ലാം അടിപൊളിയായിരുന്നു. പാലട അടിപൊളിയായിരുന്നു. ഞങ്ങൾ മാനേജ്മെൻറ്റിനോട് പറഞ്ഞായിരുന്നു ഞങ്ങളെ കംപ്ലയിൻറ്റ്സ്. പിന്നെ അപ്പം അവർ നെക്സ്റ്റ് ടൈം അത് പരിഹരിക്കാമെന്ന് പറഞ്ഞു. പൂജയാണ് ഞങ്ങളെ ഹാൻഡിൽ ചെയ്തത്. പൂജ ഞങ്ങൾക്ക് കേസരിയൊക്കെ തന്നു. പൂജയുടെ കൂടെയുള്ള കേസരിയാണ് ഞങ്ങൾക്ക് പിന്നെ പാഴ്സലായിട്ട് തന്നത്. വീഡിയോ ഇഷ്ടമായ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.